നമ്മുടെ എയർപോർട്ട് ഗാർഡനിൽ കായ്ച്ചിരിക്കുന്ന അവക്കാടാണ്. 2 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതൊന്നുമല്ല കേട്ടോ. ഇത് നമ്മുടെ എയർപോർട്ട് ഗാർഡനിൽ വന്നാൽ കാണിക്കാം. ഇപ്പോൾ പല സൈസ് അവക്കാടൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറക്കുന്നത് 2 വർഷം കൊണ്ട് കായ്ക്കുന്ന ട്രോപ്പിക്കൽ അവക്കാടം മലപ്പുറം ജില്ലയിൽ കായ്ച്ചതാണ് കേട്ടോ. നമ്മുടെ എയർപോർട്ട് ഗാർഡനിൽ ചെറുതും വലുതുമായ ഒട്ടനവധി അവക്കാടുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, മരത്തിൽ കായ്ച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇതൊക്കെ 2 വർഷം കൊണ്ട് കായ്ക്കുന്ന അവക്കാടുകളാണ്. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസം വരില്ല. ഇത് കായ്ച്ച് നിൽക്കുന്നത് കണ്ടില്ലേ. അതുപോലെ ഇവിടെ ഫ്ലവർ വന്ന് നിൽക്കുന്നത്, ഇതാ ഫ്ലവർ വന്ന് നിൽക്കുന്നത്. ഇത് വർഷങ്ങളൊന്നും കാത്തിരിക്കണ്ട. ഇത് 2 വർഷം കൊണ്ട് കായ്ക്കുന്ന ട്രോപ്പിക്കൽ അവക്കാടാണ്. ഇത് വന്ന് എയർപോർട്ട് ഗാർഡനിൽ ഒരു ചട്ടിയിലാണ് ഇത് കായ്ച്ചിരിക്കുന്നത് കേട്ടോ. ഈ അവക്കാട ചട്ടിയിലാണ്, എന്താ ഒരു ചട്ടിയിൽ കായ്ച്ചിരിക്കുന്ന അവക്കാടാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി കായ്ക്കുന്ന ട്രോപ്പിക്കൽ അവക്കാടകളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങൾ മുന്നിൽ തെച്ചിട്ട് കാണിക്കുന്നത് കണ്ടില്ലേ, ഫ്ലവർ വന്നിരിക്കുന്നതില്ലേ. ഇതൊക്കെ 2 വർഷം കൊണ്ട് കായ്ക്കും. നല്ല വലിയ തൈകളാണ്. ഇതാ കായ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ. ഇത് ഞാൻ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതൊന്നുമല്ല, ഇതിവിടെ കായ്ച്ചതാണ്. നല്ല രീതിയിൽ കായ പിടിക്കുന്നതാണ്. 2 വർഷത്തിൽ ഉള്ളിൽ തന്നെ കായ്ക്കും. ഇതിൻ്റെ കായ നിറയെ കായുള്ളതാണ്. അപ്പോൾ കായും ഫ്ലവറും ഉള്ളതൊക്കെ നിങ്ങൾക്കിവിടെ വന്നാൽ കാണാം. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മേടിക്കാം. കണ്ടില്ലേ, ചെറിയ തൈകൾ തന്നെ ഫ്ലവർ വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ അവക്കാഡോ മാജിക് കേട്ടോ. ഇനി പല തരത്തിലുള്ള അവക്കാഡോകൾ നമുക്ക് ഇറങ്ങാനുണ്ട്. നമ്മൾ കെനിയൻ ആഷിൻ്റെ 2-3 വെറൈറ്റികൾ, 2-3 ടൈപ്പിൽ കെനിയൻ ആഷിൻ്റെ ഇറങ്ങാനുണ്ട്. നല്ല ഹെൽത്തിയായ പ്ലാന്റാണ്. നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് ഷോക്കൊക്കെ നമ്മൾ നോക്കിയാലറിയാം. നല്ല റൂട്ട് ഷോക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കണ്ട റൂട്ട് സെറ്റായിക്കുന്നതല്ലേ, കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ബുഷായിട്ടുള്ള തൈകളാണ് കേട്ടോ. ഏതും നല്ല നിങ്ങൾക്ക് നോക്കിയെടുക്കണ്ട. ഇതിൻ്റെയൊക്കെ ഒരു ഹെൽത്തി നോക്കുകയാണെങ്കിൽ എല്ലാ പ്ലാന്റിൻ്റെയും ഹെൽത്തി നോക്കണം നിങ്ങൾ. അതിൻ്റെ വളർച്ച, ആ വളർച്ചയ്ക്കനുസരിച്ച് തന്നെ ഇത് കായ്ക്കുന്നത് കണ്ടില്ലേ. നമ്മൾ പറയുന്നത് 2 വർഷം കൊണ്ട് കായ്ക്കുന്നുള്ള അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ ചട്ടിയിൽ കണ്ടില്ലേ. അണിയറയിൽ ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ചെടികളുണ്ട്. വളരെ വില കുറഞ്ഞ ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. 1000കണക്കിന് ചെടികളാണ് കേട്ടോ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്റ്റെമ്പൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ വളർത്തിയെടുത്ത ചെടികളാണ്. മരത്തിൽ തന്നെ കാഴ്ച നിൽക്കുന്നുണ്ട്. ഇവിടെ നേരിട്ട് വന്നാൽ നിങ്ങൾ കാണുന്നതൊക്കെ കുറച്ച് ചെടികളൊന്നുമല്ല, ഇത് 1000കണക്കിന് ചെടികളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. മനസ്സിലല്ലേ, വെറും മാവല്ല. നമ്മൾ അവക്കാഡോയുടെ കളക്ഷനിലേക്ക് മൊത്തം വെറൈറ്റികൾ നമ്മൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ അവക്കാഡോൻ്റെ തൈകളും നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. കണ്ടില്ലേ, എല്ലാം ട്രോപ്പിക്കൽ അവക്കാഡോയാണ്. നമ്മുടെ ക്ലൈമറ്റിന് കായ്ക്കുന്ന ആൾ സീസൺ വെറൈറ്റികളാണ് ഇതൊക്കെ കേട്ടോ. വലിയ വില ഒന്നുമില്ല, നമുക്കെല്ലാവർക്കും വാങ്ങാൻ പറ്റിയൊരു വിലക്കായിരിക്കും നമ്മൾ ഈ ചെടികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക. നമുക്ക് പലതരത്തിലുള്ള അവക്കാഡോകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ 2 വർഷം കൊണ്ട് കായ്ക്കുന്ന ട്രോപ്പിക്കൽ അവക്കാഡോ. ഇതാണ് വെക്കേണ്ടത് നമുക്ക്, നമ്മുടെ ക്ലൈമറ്റിന് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിരിക്കുന്ന അവക്കാഡോ. കൂടുതൽ വെയിലൊന്നും വേണ്ട. എല്ലാവരും ധാരണ ട്രോപ്പിക്കൽ അവക്കാഡോ എന്ന് പറഞ്ഞാൽ കൊണ്ട് വെയിലത്ത് കൊണ്ട് വെക്കുക എന്നുള്ളതാണ്. തെറ്റായ ധാരണയാണ്. ഒരു മീഡിയം വെയിൽ, ഇനിയിപ്പോൾ ഒരു കുറച്ച് വെയിൽ പറഞ്ഞാലും എല്ലാ രീതിയിലും പെർഫോമൻസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് അവക്കാഡോ. ശ്രദ്ധിക്കുക, നല്ല അവക്കാഡോ തൈകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടേതായിട്ടുള്ള പ്രദേശങ്ങളിൽ, നമ്മൾ മലപ്പുറം ജില്ലയിലെ പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത നല്ല ഇനത്തിൻ്റെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. നല്ല റൂട്ട് സ്റ്റോക്കിൽ നല്ല ഷൈനാണ് ബോധ്യപ്പെട്ടതിന് ശേഷം ചെയ്യുന്ന നല്ല ഇനം തൈകളാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം, ധൈര്യമായിട്ട് വാങ്ങിക്കാം. എയർപോർട്ട് ഗാർഡൻ എന്നും ഉണ്ടാവും ഇവിടെ നിങ്ങളുടെ കൂടെ.